അവരെങ്ങനെയാണ് ഈ പറഞ്ഞ SC ST OBC ആയി തീർന്നത്? ഇതാണ് ഞാനിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം. എങ്ങനെയാണ് അവർ SC ST ഉണ്ടായത്, എവിടെ ഉണ്ടായത് എന്നുള്ളൊരു കാര്യമാണ്. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് ഇല്ലേ? ഈ പറഞ്ഞ ഇതിൽ ആദ്യം ഉണ്ടായ മതം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മതങ്ങളിൽ ഒന്നും നമ്മുടെ ഈ ഹിന്ദു മതം അങ്ങനെ ഒരു മതം ഉണ്ടായിട്ടില്ല. ആ ഇതെന്ന് വെച്ചാൽ പല ആൾക്കാർ പല കാര്യങ്ങൾ പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് കൂട്ടിക്കഴിഞ്ഞ് പലത് വിരുദ്ധമാണ്. അന്യോന്യം വിരുദ്ധമായ പല കാര്യങ്ങളും ചാർവാകൻ ആ വാകൻ ഈ വാകൻ നമ്മൾ 100,000. പക്ഷെ ഇതെല്ലാം തന്നെ ഉണ്ടായതിൽ ഭൂരിഭാഗം ഉണ്ടായത് ആര് വന്നപ്പോഴാണ്? ഈ വിദേശികളായ ആര്യന്മാരും. അപ്പോൾ ആര്യന്മാർ സത്യം പറഞ്ഞാൽ വിദേശികളായ ആര്യന്മാർ മിടുക്കന്മാരല്ലായിരുന്നു. അതാണ് എൻ്റെ തമാശ. ആര്യന്മാരുടെ ഒറിജിനൽ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കൂർഗന്മാർ. കൂർഗൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ശവപ്പറമ്പിൽ നിന്ന് വന്നവർ എന്നർത്ഥം. അതായത് ശവപ്പറമ്പിൽ നിന്ന്. എങ്ങനെയാണ് ആ പേര് വരാൻ കാരണം? സൈബീരിയയിൽ ആ കാലത്ത് നിങ്ങൾക്കറിയണം, ഇന്നും അതെ, 8 മാസവും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ തണുപ്പാണ്. അവിടെ സൂര്യപ്രകാശമേ ഉണ്ടാകാറില്ല. ആ സമയത്ത് ഇവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്താണ്? ഈ പറഞ്ഞ രീതിയിൽ വല്ല ഇതിനെ വെട്ടിക്കൊന്ന് തിന്നുക, മൃഗങ്ങളെ വെട്ടിക്കൊന്ന് തിന്നുക, മീൻ പിടിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ വല്ല കിഴങ്ങ. അവിടെ അപൂർവമാണ് അവിടെ മരങ്ങളുള്ളത്. ആ മരങ്ങളിൽ നിന്ന് കിഴങ്ങ കലോ വല്ല കിട്ടി ഇത് കണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ പറ്റി കാര്യമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ വ്യക്തമാണ്. പക്ഷെ അത് നമ്മൾ ആരും തന്നെ അറിയുന്നില്ല. ഇതൊരു രഹസ്യമായി വെച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല കള്ളപ്രചരണം നടത്തി ഇത്തരത്തിലുള്ള സത്യങ്ങൾ നമ്മുടെ ആൾക്കാരുടെ ഇതിൽ നിന്ന് മാച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഈ പറഞ്ഞ ഒരു ഇതിൽ NCERT അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം മോളായിട്ട് മാറ്റി വെച്ചിട്ട് ഒരുതരം കഥ പറഞ്ഞ് നമ്മളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് സത്യമായി അറിഞ്ഞ് ആരാണ് ഈ പറഞ്ഞ പിന്നോക്ക പട്ടികജാതി പട്ടികവർഗക്കാർ എന്നുള്ള സത്യം നിങ്ങൾ അറിയണം. ആ സത്യം അറിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബോധം വരും. നിങ്ങളിപ്പോൾ ഇരുട്ടിലാണ്. കാര്യം നിങ്ങൾ സ്വയം വിചാരിക്കുകയാണ് എന്താണ്, ഞങ്ങൾ പട്ടികജാതിക്കാരാണ്, പട്ടികവർഗക്കാർ, അതുകൊണ്ട് നമുക്ക് ബുദ്ധി കുറവാണ്, അത് കുറവാണ്, ഇത് കുറവാണ്. കാരണം ആരാ ഇത് പറഞ്ഞത്? ആര്യന്മാരുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടത്രേ. ആ വേദങ്ങളിൽ പറഞ്ഞതാണ് സത്യം. അത് ഇന്ന് പറഞ്ഞെടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പറഞ്ഞ ശാസ്ത്രവും ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത ഈ കാലത്ത് എങ്ങനെ നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നു മനസ്സിലാക്കുക. എവിടെയെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ വായുന്ന് ആരെങ്കിലും ജനിച്ചിട്ടുണ്ട്? എനിക്കറിയില്ല. ഏതെങ്കിലും മൃഗങ്ങളുടെ വായു ഇവിടെ ബ്രഹ്മാവിൻ്റെ വായുന്ന് ജനിച്ച അടുത്ത ബ്രാഹ്മണൻ. ആരാണ് ഈ ബ്രാഹ്മണൻ? പറ. അപ്പം അങ്ങനെ എഴുതി വെച്ചാൽ ആ ബ്രാഹ്മണൻ എന്ന് അവർ പറഞ്ഞ് ഞാൻ ബ്രാഹ്മണനാണ്, നീ ഇതാണ്, നീ മറ്റേതാണ് പറഞ്ഞത്. വൈ ഷുഡ് ബി ബിലീവ് ഇറ്റ്? ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ വീട് തന്നെ നോക്ക്. വീട്ടിൽ തന്നെ ഒരു 5 ആൾക്കാർ വീട്ടുകാരുണ്ടെന്ന് വിചാരിക്കുക, 3 മക്കളുണ്ടെന്ന് വിചാരിക്കുക. 3 മക്കൾ ഓരോരുത്തർക്കും നമ്മൾ ഓരോരോ ഇതിട്ട് പേരിട്ട് നടന്നത് ശരിയാണ്. പക്ഷെ അതൊരു ജാതിയായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഒരു വീട്ടിലൊരാൾ ഒരു പണി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആശാരി പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. മുസ്ലിം ഈ പറഞ്ഞവരെ മീൻ പിടിച്ച ആൾക്കാർ മീൻ പിടിച്ച് തന്നെ കൊണ്ടിരിക്കണം. പറയും എന്ത് കഥയാണിത്? ഇതിന് അതൊരു ജാതിയെ തീരും. അതെങ്ങനെ ജാതിയാകണം? ഇപ്പം നിങ്ങൾക്കറിയാം അന്നും അതെ ഈ പറഞ്ഞ ആൾക്കാർ ഒരു കൂട്ടാണ്. പക്ഷേ ഇത് ഒരു ഇതായിരുന്നു, ഒരു തന്ത്രമായിരുന്നു. ഇറ്റ് ഇസ് എ പൊളിറ്റിക്കൽ ഗിമിക്കല്ല, ഒരു തട്ടിപ്പായിരുന്നു. ഈ പറഞ്ഞ ആര് നടത്തിയ തട്ടിപ്പ്? ഇന്ത്യയെ ആദ്യം ആക്രമണമെന്ന് ഞാൻ പറയില്ല, കയറി ഇവിടെ ഇത് ചേർത്തിയ കൂർഗന്മാർ, അത് ശവപ്പറമ്പിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ കഥകളെല്ലാം കളിച്ചതെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കൂർഗെന്നുള്ള എൻ്റെ ക്രിയേഷനൊന്നും അല്ല. ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേയെ സംബന്ധിച്ചിട്ടുള്ള ഗവേഷണം നടത്തിയിട്ടുള്ള പല ആൾക്കാരും അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്നെ ഈ പറഞ്ഞ രീതിയിൽ അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ തെളിവുകൾ ഒരു ഈ കൂർഗന്മാരെന്നുള്ളത്. അപ്പോൾ കൂർഗന്മാരെ സംബന്ധിച്ചിട്ടുള്ള ഇത് വെച്ചാൽ ഈ കൂർഗന്മാരാണ് വാസ്തവത്തിൽ എവിടെയുള്ള ആരുടെ കാരണന്മാർ. ഇന്നത്തെ യൂറോപ്പിലെ ആൾക്കാരും നമ്മുടെ ഇവിടെ കയറിയ ഈ പറഞ്ഞ ആര്യന്മാരെന്ന് പറയുന്ന ആൾക്കാരും കൂർഗൻ വംശജരിൽ നിന്ന് വന്നവരാണ്. അത് അവർ വന്നത് ഏത് കേട്ടാൽ BC 4000 വർഷ സമയത്താണ് ഇവരവിടെ വന്ന് ആ മഞ്ഞുമലയിൽ കിടന്ന് ഇതാക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അവർ വന്നത് നമ്മുടെ സെൻട്രൽ ഏഷ്യ അഥവാ മധ്യ ഏഷ്യ എന്ന് പറയുന്ന ആ ഭാഗത്ത്, ഇന്നത്തെ കുർഗിസ്ഥാൻ, തുർക്ക്മേനിസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവർ താമസിച്ചത്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തായിരുന്നത്? അവിടുത്തെ പ്രത്യേകത അവിടെ ഇതായിരുന്നു, പശുക്കളെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു.
ആ പശുക്കൾ എവിടെ താമസിച്ചിരുന്നത്? പശുക്കളെ വളർത്താനുള്ള ഗുണം എന്ന് വെച്ചാൽ 6 അടി 7 അടി പൊക്കമുള്ള നല്ല പുൽമേടുകൾ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റെപ്പി പ്രദേശം എന്ന് പറയും. ആ പ്രദേശം പരന്ന് കിടക്കുന്ന ഒരുപാട് അവിടെ എല്ലാം നല്ല പുല്ല് വളരും. അപ്പോൾ ഈ പുല്ല് എന്ത് പറയുന്നത്, പശുവിനെ മേയിച്ച് നടന്ന് അതിൽ നിന്ന് കിട്ടുന്ന പാലും വെണ്ണയും ഇതെല്ലാം കഴിച്ചിട്ട് ജീവിച്ചിരുന്ന വിഭാഗമാണ് ഈ പറഞ്ഞ കുറുകന്മാർ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർക്ക് സ്ഥിരമായ ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ നാടോടികളായിരുന്നു. നാടോടികളാണ് കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് പുല്ല് തീർന്നാൽ പിന്നെ എവിടെ പോകും? അടുത്ത പ്രദേശത്ത് അന്വേഷിക്കണം. അങ്ങനെ ഓരോ പറഞ്ഞ ഇങ്ങനെ മാറി മാറി ആയിട്ടുള്ള എന്താണ്, അവർ നാടോടികളായിട്ട് ജീവിച്ചിരുന്ന വിഭാഗക്കാരാണ് നമ്മൾ ഈ പറയുന്ന ഈ പറഞ്ഞ കുറുകന്മാർ. അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് ഈ പറഞ്ഞ ഇതുണ്ട്. പക്ഷെ അന്ന് നിങ്ങളൊരു കാര്യം ആലോചിക്കണം, അവരുടെ ഈ സങ്കല്പം, ദൈവസങ്കല്പം, ഇപ്പം നമ്മളെ കൊടുക്കുന്നത് ഈ ദൈവസങ്കല്പമാണോ? ഈ ഹിന്ദുമത ദൈവസങ്കല്പങ്ങളാണ് വാസ്തവത്തിൽ നമ്മളെ അടിമകളാക്കിയെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ BC 1000 ആണ്ടിലാണ് ഇവിടെ ഈ പറഞ്ഞ സനാതന ധർമ്മം എന്ന് ഇന്ന് പറഞ്ഞു നടക്കുന്ന ധർമ്മത്തിൻ്റെ തുടക്കം അവിടെയാണ്. വേദങ്ങളും പുരാണങ്ങളും ഉണ്ടായത് ആ പീരീഡിലാണ്. ഏത് ഇന്നൊക്കെ 3000 വർഷങ്ങൾക്ക് മുമ്പ്. അതുവരെ ഇവിടെ ഒരു ജാതി ഉണ്ടായിരുന്നില്ല, ഒരു മതം ഉണ്ടായിരുന്നില്ല. ഇവിടെയുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൾക്കാർ അടിപൊളിയായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അടിപൊളി എന്ന് ഞാൻ പറയണത് എന്താണ്, നിങ്ങളിപ്പോൾ ഇത് ചോദിക്കുക, അന്ന് ആകെ ലോകത്ത് ഈ പറഞ്ഞ ഭൂമിയിൽ 3 നാഗരിക സംസ്കാരം ഉണ്ടായിരുന്നു. അതിൽ 1 ഈജിപ്റ്റ്, 2 നമ്മുടെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് തലത്തിലുള്ള ഈ പറഞ്ഞ സംസ്കാരം. ആ സംസ്കാരം വെച്ചാൽ മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്നാണ്. മെസപ്പൊട്ടേമിയ അത് ഇപ്പോഴത്തെ നമ്മുടെ ഇറാൻ്റെ ഇതിൻ്റെ നടുക്ക് കിടക്കുന്ന ആ പ്രദേശത്തുള്ള മെസപ്പൊട്ടേമിയ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ നടുത്ത് കിടക്കുന്ന സംഗതി. പിന്നെ 3ാമത്തേതാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയുടെ ചരിത്രത്തോട് ഞാൻ പറഞ്ഞ 10,000-12,000 വർഷമുള്ള ഇതാണ്. ആ ചരിത്രത്തിൽ അടിപൊളിയായിട്ട് 3 നില കെട്ടിടങ്ങളിൽ അടിപൊളിയായി പ്ലാൻ ചെയ്ത സിറ്റികളിൽ ജീവിച്ചിരുന്ന ആൾക്കാരെയാണ് എന്ത് പറഞ്ഞത്, ഈ പറഞ്ഞ വേദങ്ങളെന്ന് പറഞ്ഞ സാധനം BC 1000 ആണ്ടിൽ വന്നപ്പോൾ അവർ എഴുതി പതിപ്പിച്ച എന്താണ്, ഇവര് ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്, ദൈവത്തിൽ പറഞ്ഞവരല്ല. ഇവർ ദൈവത്തെ അവസ്ഥ ചണ്ടാള പഞ്ചമരാണ്. കാരണം അന്നവരുണ്ടാക്കിയ വ്യവസ്ഥ ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. 4 ജാതികൾ. ഏതൊക്കെയാണ് ആ ജാതി? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണൻ വായിന്ന് ജനിച്ച്, മറ്റത് ക്ഷത്രിയൻ കയ്യിൽ നിന്ന് ജനിച്ച്, ഇയാൾ വൈശ്യന് ഇത് നമ്മൾ തുടയിൽ നിന്ന് ജനിച്ച്, മറ്റൊരു പാദം. ഈ പാദത്തിന് ഇവർ ശൂദ്രന്മാരാരെന്ന് നിങ്ങൾക്കറിയാമോ? അവർ ഈ പറഞ്ഞ രീതിയിൽ വലിയ കെടിയിലൂടെ മറ്റൊരു കൂട്ടം, അത് നമ്മുടെ ആൾക്കാരാണ്. ആര്? ഇൻഡസ് വാലിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ. പക്ഷെ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇവന്മാർ ഈ കള്ളക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് ജീവിക്കാനായിട്ട് ഇവരുടെ സേവനത്തിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ, നമ്മളെ തന്നെ ആൾക്കാരെ പിടിച്ചവർ അവരുടെ ഇതാക്കി മാറ്റി 4ാം തരക്കാരാക്കി. അവർക്ക് യാതൊന്നും കൊടുത്തില്ല. അവരുടെ ആകെ പണി ഇവർക്ക് വേണ്ടി വേറെ ചെയ്യുന്ന ആൾക്കാർ. അവരാണ് ശൂദ്രന്മാരെന്ന് പറയുന്ന ആൾക്കാർ. ഇപ്പം നമ്മളിവിടുത്തെ നായന്മാരെന്നൊക്കെ പറയുന്നത് ആ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്. വാസ്തവ ഒറിജിനൽ ആയിട്ടുള്ള ഇന്ത്യക്കാരുടെ ഇത് തന്നെ. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇവരായിട്ട് ബന്ധമുള്ളത് കൊണ്ട് കുറേ രക്തങ്ങളും പറ്റതായിട്ട് കാലത്തിട്ടുണ്ട്. ഏത് ആര്യന്മാരുടെ രക്തവും ഈ പറഞ്ഞമാരെ നമ്മുടെ സൈന്ധവരുടെ രക്തവും കൂടി ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ബാക്കി ഉള്ള ആൾക്കാരെല്ലാം തന്നെ അത് SC ST OBC എന്ന് പറയുന്ന ആൾക്കാർ. നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇപ്പോഴത്തെ കണക്ക് നോക്കിയത് 85% SC ST OBCകളാണ്. ഈ OBCക്കാരെ ഞാൻ നേരത്തെ പറഞ്ഞ സിന്ധു നദീതട സംസ്കാരത്തിൽ ജീവിച്ചിരുന്നവർ മാത്രമാണ്. അവരുടെ സന്തതി പരമ്പരകളാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം, ഇപ്പം ഈ പറഞ്ഞ വരെ സ്മൃതികളിലും ഈ പറഞ്ഞ വരെ പുരുഷ സൂക്തത്തിലും എഴുതി വെച്ചെന്താണ്, ഇവർ ചണ്ടാളന്മാരാണ്. നമ്മൾ ഇതിൽപ്പെട്ടിട്ടില്ല. SC ST OBCകൾ ഇതിൽ പോലും പെട്ടിട്ടില്ല. ഏതിൽ പോലും പെട്ടിട്ടില്ല. ഈ പറഞ്ഞ ശൂദ്രന്മാരിൽ പോലും പെട്ടിട്ടില്ല. ശൂദ്രന്മാർ ഈ പറഞ്ഞ ഇതിൽ ഒരു ഭാഗം ആൾക്കാർ ശൂദ്രന്മാർ ഇവർക്ക് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി അവരെടുത്ത ആൾക്കാരാണ് ശൂദ്രന്മാർ. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പഞ്ചമർ, അധകൃതർ, ചണ്ടാളർ. അവരെ പറ്റി ഈ പറഞ്ഞ ഒരു വേദങ്ങളിൽ പുരാണം എഴുതി ഇവർക്ക് ബുദ്ധിയില്ലാത്തവരാണ്. മുജ്ജന്മ പാപം ചെയ്തത് കൊണ്ട് ദൈവം അവരെ ഈ രീതിയിലാകാൻ സൃഷ്ടിച്ചതാണ്. അവർക്ക് അതില്ല ഇതില്ല. പിന്നെ അവരാകെ പറഞ്ഞ ഒരു കാര്യം എന്താണ്, ഇവരുടെ നിറം കറുത്തതാണ്, കറുത്ത നിറമാണ്. അത് കുറേ ശരിയാണ്, അല്ലെന്ന് ഞാൻ പറഞ്ഞത് കുറക്കാണ്. കാര്യം എങ്ങനെയാണ് ഈ നിറം ഉണ്ടാകുന്നത്? അതിപ്പോൾ വളരെ ക്ലിയർ ആണ്. അത് ജന്മം കൊണ്ട് നല്ലതുകൊണ്ടാണ്. നിങ്ങൾ എവിടെ ജനിച്ചു വളർന്നു എന്നതനുസരിച്ചിട്ടാണ് നിങ്ങൾ നിറം മാറിക്കൊണ്ടിരിക്കുന്നത്.
ഇവർ, അതായത് ഈ പറഞ്ഞ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ആദ്യം ജനിച്ച ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ വളരെ കാലം നിന്ന ആൾക്കാർ അവിടുത്തെ സൂര്യപ്രകാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണ് മെലാനിൻ എന്നുള്ള ഒരു ഹോർമോൺ, പിഗ്മെൻറ്റ്. അതെന്തിനാണ് ആ പിഗ്മെൻറ്റ് വരുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്ന് ഈ പറഞ്ഞ രീതിയിൽ അതിൽ അൾട്രാ വയലറ്റ് റേയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഒരു സംഗതിയാണ് മെലാനിൻ. ആ മെലാനിൻ പിഗ്മെൻറ്റ് ഈ സൂര്യപ്രകാശം കേൾക്കുമ്പോൾ കറുക്കും. അതുകൊണ്ട് കൂടുതൽ വർഷങ്ങളോളം താമസിച്ചിരുന്ന ആൾക്കാർ കറുത്തുപോയി. അതുകൊണ്ട് അവരെങ്ങനെ മോശക്കാരാണ് എനിക്കറിയില്ല. ഇപ്പം ഇവിടെ തന്നെ ഈ പറഞ്ഞ ഒരു ഇത് അതാണ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, റെഡ് എന്നൊക്കെ പറഞ്ഞ സപ്തവർണ്ണമുണ്ട്. അപ്പം ഇത് ഒരു വർണ്ണം മോശമാണ് പറ. അപ്പം അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവരിതുകൊണ്ട് ഈ പറഞ്ഞ നിറം ആൾക്കാരായി തീർന്നത് കാരണം ഇവർ താമസിച്ചത് സൈബീരിയയിൽ മഞ്ഞാണ്, ഫുൾ ടൈം. 8 മാസവും മഞ്ഞാണ്. ആ മഞ്ഞിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ സൂര്യനെ കാണില്ല. അപ്പോൾ ആ സൂര്യനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ തൊഴിൽ ഈ പറഞ്ഞ ഇതിൻ്റെ ആക്ഷൻ ഇല്ല. അത് പറഞ്ഞ എന്താണ്? ബലാലിൻ്റെ ആക്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഈ പറഞ്ഞ രീതിയിൽ അവരുടെ നിറത്തിന് വെളുത്തതാണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഒറ്റയ്ക്കുള്ളൂ. അത് വെച്ചിട്ടാണ് ഇറ്റകളി പറഞ്ഞ് ഞങ്ങൾ സവർണരാണ് മറ്റേ അവർണരാണെന്ന് പറഞ്ഞ് കഥയുണ്ടാക്കി നമ്മുടെ ഈ സമൂഹത്തിനെ ഗിരിട്ടിലാക്കിയത്. ഇത് മനസ്സിലാക്കണം. അപ്പം ഇതേപ്പറ്റി ശരിയായിട്ട് അനലൈസ് ചെയ്ത കാര്യമാണ് ബോധ്യാവുന്നത്. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിലെ ജനങ്ങളിൽ ഇന്നും 85% ഈ പറഞ്ഞ SC ST OBC എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് ഇന്ത്യ. ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് ഇന്ത്യ ഇവരാണ്. ബാക്കിയുള്ള ആൾക്കാർ വിദേശികളാണ്. നമ്മുടെ യൂറോപ്യന്മാർ വന്നതുപോലെ തന്നെ, മുഗളന്മാരുടെ വന്നതുപോലെ തന്നെ ആര്യന്മാരും വിദേശികളാണ്. അവരുണ്ടാക്കിയ മതമാണ് ഈ പറഞ്ഞ സനാതന ധർമ്മം. അതിൻ്റെ ഭാഷ നിങ്ങൾക്കറിയാലോ, സംസ്കൃതം. ഈ സംസ്കൃത ഭാഷ ഇന്ത്യൻ ഭാഷയാണ്. പറ, ഈ സംസ്കൃത ഭാഷ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ എത്ര പേർക്ക് സംസ്കൃത ഭാഷ ഇവിടെ സംസാരിക്കുന്നുണ്ട്? പറ. ഞാൻ കഴിഞ്ഞ ഇതിലെ ഒരു വിക്കിപീഡിയ നോക്കിച്ചപ്പോൾ ആകെ ഇന്ത്യ ഗവൺമെൻറ് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം 142 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഈ പറഞ്ഞ ഇന്ത്യയിൽ വെറും 25,000-ൽ താഴെ 24,000 സംതിങ് ആൾക്കാർ മാത്രമാണ് എന്തുള്ളത്? സംസ്കൃത ഭാഷ സംസാരിക്കുന്നത്. ഈ ഹിന്ദുമതത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം, എല്ലാ സംസ്കൃതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. നമ്മുടെ ബ്രിട്ടീഷുകാരിവിടെ വന്ന് ബ്രിട്ടാനിൽ എഴുതിയത് പോലെയാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ക്രിസ്തുമതം അവരിവിടെ ഇന്ത്യക്കാരുടെ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞാൽ ശരിയാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ മാരെ സംസ്കൃതത്തിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം മുസ്ലിം മതം, അതിൻ്റെ ഭാഷ അറബി ഭാഷയിൽ എഴുതിയ ഈ സാധനം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യൻ മതമാണ് അല്ലല്ല. പിന്നെ ഈ സംസ്കൃത ഭാഷ ആരുടെ ഭാഷയാണ്? നിങ്ങൾ ഈ പറഞ്ഞാൽ കുറുക്ക് വംശത്തിൻ്റെ ഭാഷയാണ്. ആ ഭാഷ നിന്ന് ഉണ്ടായതാണ് നമ്മുടെ യൂറോപ്യൻ ഭാഷകളായ ലാറ്റിൻ, ഗ്രീക്ക് ഇങ്ങനെയുള്ള ഇത് ഫ്രാൻസ്. ഇത് അതിന് ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് ഭാഷയിലെ ഫാദർ എന്നുള്ളത് നമ്മുടെ ഇവിടെ പിതൃ, ഏതില സംസ്കൃതത്തിൽ പിതൃ. ബ്രദർ എന്നുള്ളതിൽ ഈ സംസ്കൃതത്തിൽ ഭ്രാത. അതേപോലെ ഓരോ ബത്രി എന്ന് പറയുന്നത് 3. അത് തന്നെ നമ്മുടെ ത്രിമൂർത്തി എന്നൊക്കെ പറയണത് നമ്മുടെ സംസ്കൃത ഭാഷ. അപ്പം ഈ ഭാഷയുടെ അതായത് നമ്മുടെ ഹിന്ദുമതം ഈ പറഞ്ഞ വിദേശികളിൽ കൊള്ളുന്ന ഹിന്ദുമതം നമ്മുടെ ഇവിടെ അന്ന് നേരത്തെ ഉണ്ടായ സൈന്ധവമതത്തിലുള്ള ഈ പറഞ്ഞ ഒരു ദേവനുണ്ട്, അതായതാണ് പശുപതി. അത് നമ്മുടെ ഇതിൽ കാണാം, സീലിലുണ്ട്. ഏത് ഇൻഡസ് വാലിയിൽ കളക്ട് ചെയ്തിട്ടുള്ള സീലുകളിൽ ഈ പറഞ്ഞ പശുപതിയുടെ പടമുണ്ട്. പിന്നെ ഈ ലിംഗത്തിൻ്റെ പടമുണ്ട്, ജോലിയുടെ പടമുണ്ട്, ഇതെല്ലാം അതിനകത്തുണ്ട്. അതിനകത്ത് ഇതാണ് നമ്മുടെ ഭാഷ ഉണ്ടായിരുന്ന സംഗതി. പക്ഷെ അന്ന് സംസാരിച്ച ഭാഷ നമ്മുടെ ദ്രാവിഡ ഭാഷയായിരുന്നു എന്ന് തെളിവുണ്ട്. ദ്രാവിഡ ഭാഷ. ആ ദ്രാവിഡ ഭാഷ ഉള്ളതിന് ഏറ്റവും തെളിവ് ഇപ്പോഴും ബലൂചിസ്ഥാൻ, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ എന്ന സ്ഥലത്ത് ആ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ സംസ്കരിക്കുന്ന ഭാഷ നമ്മുടെ തമിഴ് ഭാഷയുടെ ഇത് ഉണ്ടായിട്ടുള്ള ആ ഭാഷയുടെ മാതൃഭാഷ കൂട്ടത്തിലുള്ള സംഗതിയാണ് ബ്രഹൂയി എന്നുള്ള ഭാഷ.